दोस्ती हम नहीं तोड़ेंगे तोड़ेंगे हम नहीं. ഈ പാട്ട് കേൾക്കാത്തവരുണ്ടാവുമോ? സംശയം. ഷോലയിലെ കിഷോർ കുമാർ പാടിയ ഗാനമാണ്. ഷോലയെക്കുറിച്ച് പറയാൻ കാരണമുണ്ട്. ഇന്ന് ജൂലൈ 27 ഷോലെ എന്ന് പറയുന്ന സിനിമയുടെ 50 വയസ്സ് തികയുന്ന ദിവസമാണ്. 20-ാം നൂറ്റാണ്ടിലെ സിനിമ എന്ന് പറഞ്ഞ് BBC ഇന്ത്യ തിരഞ്ഞെടുത്ത സിനിമയാണ് ഷോലെ. ഷോലെ 1975 പുറത്തിറങ്ങുന്നത്. 1975 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, അടിയന്തരാവസ്ഥ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ വളരെയധികം പ്രതിസന്ധികൾക്കപ്പുറമാണ് പുറത്തിറങ്ങുന്നത്. ലോകത്തെ 8ാമത്തെ അത്ഭുതം എന്നാണ് ഇതിൻ്റെ നായകൻ ധർമ്മേന്ദ്ര ഈ സിനിമയെ വിശേഷിപ്പിച്ചത്. അതിന് കാരണമുണ്ട്. അത് പുറത്തിറങ്ങാൻ ഇടയായ സാഹചര്യവും പുറത്തിറങ്ങുന്നതിന് മുമ്പ് അതിന് അനുഭവിക്കേണ്ടി വന്ന പ്രതിസന്ധികളും പുറത്തിറങ്ങിക്കഴിഞ്ഞ ചരിത്രമായ ഭാഗവും എല്ലാം കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ ഇന്നും അതിൻ്റെ ആ സിനിമ കാണാനുള്ള ആൾക്കാരുടെ ആ ഒരു അഭിവാഞ്ചയും കാണുമ്പോൾ അതൊരു 8ാമത്തെ അത്ഭുതം തന്നെയാണ്. 1975 അടിയന്തരാവസ്ഥ കാലഘട്ടം. ഇതിൻ്റെ നിർമ്മാതാവ് GB സിപ്പി, സംവിധായകൻ രമേഷ് സിപ്പി. ഇതിലെ നായക കഥാപാത്രം പ്രതികാരം ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന് നിലവിലുള്ള നിയമവ്യവസ്ഥകൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ബോധ്യം വന്നതിനാൽ, നിലവിലുള്ള നിയമവ്യവസ്ഥകൾ ശരിയല്ല, അവർക്ക് ഈ അനീതിക്കെതിരെ പോരാടാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം സമൂഹത്തിലെ ക്രിമിനലുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രതികാരം ചെയ്യുന്ന ഒരു കഥയാണ് ഈ സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള നിയമവ്യവസ്ഥയെ പ്രതിക്കൂട്ടിലാക്കുന്നതുകൊണ്ട് അടിയന്തരാവസ്ഥ കാലഘട്ടത്ത് ആ സമയത്തെ ഭരണകൂടം, അതായത് ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന ഭരണകൂടം ഈ സിനിമയെ പുറത്തു വരാതിരിക്കാനായിട്ട് പരമാവധി ശ്രമിച്ചു. അതിനുവേണ്ടി പലതും അവർ ചെയ്തു. അവസാനം ഏകദേശം 5 കോടി രൂപ, അന്നത്തെ 5 കോടി രൂപ മുതൽ മുടക്കി ചെയ്ത സിനിമയാണത്. 3 വർഷത്തോളമാണ് അവർ ഈ സിനിമയുടെ പുറകെ നടന്നത്. അത്രയും പ്രയത്നങ്ങൾക്കൊടുവിലാണ് ആ സിനിമ കൊണ്ടുവരുന്നത്. നടനായ മനോജ് കുമാർ എന്ന് പറയുന്ന നടൻ, അദ്ദേഹത്തിന് അന്നത്തെ വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രിയുമായിട്ട് ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. അദ്ദേഹം ആ സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മധ്യസ്ഥത വഹിക്കുകയും ആ മധ്യസ്ഥതയുടെ ഒടുവിൽ ഈ സിനിമയുടെ ക്ലൈമാക്സ് ഒരു മാറ്റം വരുത്താനായിട്ട് നിർമ്മാതാവിനോടും സംവിധായകനോടും, നിർമ്മാതാവ് GB സിപ്പിയോടും സംവിധായകൻ രമേഷ് സിപ്പിയോടും ആവശ്യപ്പെടുകയും ഒടുവിൽ അവർ നിർബന്ധിതരാകുകയും ചെയ്തു. അതായത് സാധാരണ ഹിന്ദി സിനിമകളെ പോലെ ഒടുവിൽ വില്ലൻ കഥാപാത്രത്തെ പോലീസിൽ ഏൽപ്പിക്കുന്നു. ശരിക്കും അതിൻ്റെ പ്രമേയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒടുവിൽ ക്ലൈമാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലനെ കൊല്ലുന്നതായിട്ടാണ് ചിത്രീകരിക്കേണ്ടിയിരുന്നത്. പക്ഷേ അത് പോലീസിൽ ഏൽപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിടാനായിട്ട് അവർ നിർബന്ധിതരായി. അങ്ങനെ ഷൂട്ട് ചെയ്യുകയാണ്. വില്ലനായിട്ട് അന്ന് പുതുമുഖമായ അംജദ് ഖാനാണ് ആ സിനിമയിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. പുതുമുഖമായിരുന്നു അംജദ് ഖാൻ. അംജദ് ഖാൻ എന്ന് പറഞ്ഞാൽ വില്ലനെ ജനഹൃദയങ്ങളങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. അതുപോലെ തന്നെ അതിലെ നായകനായിട്ടുള്ള ധർമ്മേന്ദ്ര, അമിതാഭ് ബച്ചൻ, ഹേമമാലിനി, സഞ്ജീവ് കപൂർ, ഇവരെല്ലാം ബോളിവുഡിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു സിനിമയും കൂടിയായിരുന്നു. ഇതിനുശേഷം ചിരപ്രതിഷ്ഠ നേടിയ ഒരു സിനിമയും കൂടിയായിരുന്നു ഈ ഷോലെ. ഈ സിനിമയ്ക്ക് മറ്റൊരു റെക്കോർഡ് കൂടിയുണ്ട്. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ സിനിമ ഏകദേശം 1975 ഒടുവിൽ എല്ലാ പ്രതിസന്ധികൾക്കും കഴിഞ്ഞ് ഒടുവിൽ ക്ലൈമാക്സൊക്കെ മാറ്റി ഷൂട്ട് ചെയ്ത് ഒടുവിൽ 1975 ഓഗസ്റ്റിലാണ് പുറത്തിറങ്ങുന്നത്. ആദ്യം ജൂലൈയിൽ വെച്ചിരുന്നെങ്കിലും ജൂലൈ 27 അത് റിവ്യൂ ഒക്കെ വെച്ച് ചെയ്തിരുന്നെങ്കിലും ജൂലൈ 27 അതുകൊണ്ടാണ് 50ാം വർഷമായിട്ട് ആഘോഷിക്കുന്നത്. ആഗസ്റ്റിലാണ് പുറത്തിറങ്ങിയത്. സ്വാതന്ത്ര്യ ദിനത്തോട് വരുന്ന ആ സമയത്താണ് ഇറങ്ങുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയോ സ്മാർട്ട് ഫോണോ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളോ ഒന്നുമില്ല. സ്റ്റാർ റേറ്റിങ്ങോ ഫിലിം റിവ്യൂ ചെയ്യാനായിട്ടുള്ള അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ആ കാലഘട്ടത്ത് നിരൂപകർ എന്ന് പറയുന്നത് ഒരു വിഭാഗം അല്ലാതെ തന്നെ ഉണ്ട്. അവർ പത്രമാധ്യമങ്ങളിലൂടെയും വാമൊഴികളിലൂടെയും പറഞ്ഞു പരത്തുന്നതാണ് അന്നത്തെ ആ റിവ്യൂ എന്ന് പറയുന്നത്. അത് സർക്കാർ തന്നെ ഈ സിനിമയ്ക്കെതിരെ ഒരുപാട് നിരൂപകരെ വച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഞായറാഴ്ച സിനിമയ്ക്ക് മാത്രമല്ല നിരൂപകർ എഴുതുകയും ചെയ്തു, ഈ സിനിമ വളരെ മോശമാണ്, അതിൻ്റെ ക്ലൈമാക്സൊക്കെ വളരെ കുളമാണ് എന്ന രീതിയിൽ വളരെ നെഗറ്റീവായിട്ട് എഴുതുകയും ചെയ്തു. തിങ്കളാഴ്ച പകലും വലിയ കാര്യമൊന്നും ആയിട്ടുണ്ടായില്ല. തിങ്കളാഴ്ച വൈകിട്ടോടുകൂടി ഈ സിനിമ പതുക്കെ ഹൗസ്ഫുള്ളാകാൻ തുടങ്ങി. പിന്നെ അതിനുശേഷം അത് തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. പിന്നെ അത് ഇന്ത്യൻ സിനിമയുടെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയായിരുന്നു. അതിലെ ഓരോ ഡയലോഗുകളും, ഒരു ഡയലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോ ഡർ ഗയ
സമച്ചോ ഓ മർഗയ എന്ന് പറയുന്ന ഡയലോഗൊക്കെ സ്കൂൾ കുട്ടികൾ പോലും പറഞ്ഞു നടക്കുന്നൊരവസ്ഥയുണ്ടായി. അങ്ങനെ കണ്ട ആളുകൾ ഈ ഡയലോഗുകൾ പറഞ്ഞ് ഈ സിനിമയ്ക്ക് ഭയങ്കര ഒരു ഇമ്പാക്റ്റ്, ഒരു ഓളം ഉണ്ടായി. അങ്ങനെ ഒരുപാട് പേര് സിനിമ കാണാനായിട്ട് വന്നു. അതുകൊണ്ടാണ് ഈ സിനിമ എന്ന് പറയുന്നത് 5 വർഷം 3 ഷോയും ഹൗസ്ഫുള്ളായിട്ട് തുടർച്ചയായിട്ട് ഒരേ തിയേറ്ററിൽ ഓടിയ ഒരു ലോക റെക്കോർഡ് ഈ സിനിമയ്ക്കുണ്ട്. ആ തിയേറ്റർ എന്നല്ലേ, ബോംബെയിലെ മിനർവ എന്ന് പറഞ്ഞ തിയേറ്ററിലാണ് ഈ 5 കൊല്ലം തുടർച്ചയായിട്ട് 3 ഷോ ഹൗസ്ഫുള്ളായിട്ട് ഈ സിനിമ ഓടിയത്. അവിടെ ഓടിയതിന് പുറമെ മറ്റ് 60 കേന്ദ്രങ്ങളിലും 1 കൊല്ലം ഈ സിനിമ ഹൗസ്ഫുള്ളായിട്ട് ഓടിയ ഒരു ചരിത്രം കൂടി ഈ ഷോയിലേക്കുണ്ട്. അങ്ങനെ അപൂർവമായ റെക്കോർഡുകളും ചരിത്രങ്ങളൊക്കെ ഉള്ള ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു സിനിമയാണിത്. ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ സിനിമയെ മികച്ച 10 ഇന്ത്യൻ സിനിമകളിൽ ഒന്നാമതായിട്ടാണ് ഇതിനെ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ അനുഗ്രഹീത ഗായകനായ കിഷോർ കുമാർ ഇതിലെ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ഏ ദോസ്തി എന്നുള്ള പാട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾക്ക് ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തി. കാരണം അദ്ദേഹം ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് അദ്ദേഹം വിസമ്മതിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾക്ക് അന്ന് നിരോധനം ഏർപ്പെടുത്തി. അതുകൊണ്ട് ഈ ഷോയിലെ ഗാനങ്ങൾ ഇന്ത്യക്കാർക്ക് ഇന്ത്യയിൽ നിന്ന് കേൾക്കാനുള്ള ഒരു സൗകര്യം ഇല്ലാതായി. പകരം ഇന്ത്യക്കാർ ഈ ഗാനങ്ങൾ കേൾക്കുന്നത് സിലോൺ റേഡിയോയിലൂടെയാണ്. സിലോൺ റേഡിയോയിലൂടെ ഇന്ത്യക്കാരനായ കിഷോർ കുമാറിൻ്റെ ഗാനങ്ങൾ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും എല്ലാം ഇങ്ങനെ തരംഗം പോലെ വീശിയടിക്കുകയായിരുന്നു. അതിലെ നായകൻ ധർമ്മേന്ദ്ര പറയുന്നത് പോലെ ലോകത്തിലെ 8ാമത്തെ അത്ഭുതമാണ്. അതിലെ സംഘടന രംഗങ്ങളൊക്കെ എന്ത് മനോഹരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ താഴ്വരകളിലൂടെയും മലയുടെ താഴ്വരകളിലൂടെയൊക്കെ അതിനെ ജീപ്പ് ഓടിച്ചു പോകുന്നതും ഗബ്ബർ ചെയ്യുന്നതും ആ കൊള്ളസങ്കേതത്തിൽ പോകുന്നതും അതൊക്കെ ആ സിനിമ ഓരോ സീനും മനസ്സിൽ നിൽക്കത്തക്ക വിധത്തിലാണ്. അപ്പോൾ ആ സിനിമയുടെ ഒരു 50ാം വാർഷികം എന്നുള്ളൊരു സന്തോഷം ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു.